ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ബാലൻ ഗോമതിയോട് പറഞ്ഞു, വിളക്ക് കൊടുത്ത് സുകന്യയും ധർമ്മനെയും കൂടെ അകത്തേക്ക് കയറ്റാൻ പറയണം. ഈ സമയത്ത് ആര്യം പറഞ്ഞു, എന്നിട്ട് വേണം, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് ഇല്ലേ ആനന്ദേട്ടാന്ന് പറയണം. അത് ശരിയാ, കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടിച്ചപ്പോ ഗോമതി ചോദിച്ചു, എന്താണ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാനാ പുറപ്പെടുന്നതെന്ന് ചോദിക്കണം. അത് പിന്നെ ഇത്രയൊക്കെ വലിയ ചതി ചെയ്ത് അവരെ വെറുതെ വിടാൻ പറ്റുമോ? അവർക്കിട്ടുള്ള പണി കൊടുക്കണ്ടേന്ന് ചോദിക്കണം. ഉറപ്പായിട്ടും കൊടുക്കണം, അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഗോമതി പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയണം. ബാലേട്ടാ, ബാലേട്ടനൊന്ന് പറ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അവരുടെ ഇഷ്ടം എന്താന്ന് വെച്ചാ അത് നടക്കട്ടെ എന്ന് പറയണ്. ഒരു നിമിഷം ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി ഗോമതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ബാലൻ ഇങ്ങനെ പറയൂന്ന്. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, അളിയ അതെ, കുറച്ച് നാളായി അവര് തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും മിണ്ടായിരുന്ന എന്താണെന്നറിയാവോ? നിന്റെ കല്യാണം നടന്നല്ലോ, നടത്തി തന്നല്ലോ എന്നോർത്ത് മാത്രമാണ്. ഇത്രയും വലിയ ചതി ചെയ്ത് അവരോട് നമുക്ക് പൊറുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്താ ബാലേട്ട ഇങ്ങനെ പറയണേ? അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും, ഭഗവാൻ അവർക്ക് ശിക്ഷ കൊടുത്തോളും. ഇനി ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി ഉള്ള സമാധാനം കൂടെ നമ്മൾ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഗോമതി. ഉത്സവം കഴിഞ്ഞിട്ടുണ്ട്, ഒരു വെടിക്കൂട്ട് പതിവുള്ളതല്ലേ, ഇവിടെ നമുക്ക് വെടിക്കൂട്ട് നടത്തണ്ടേന്ന് ചോദിക്കുക. ഉത്സവം പോലെ അവര് ധർമ്മന്റെ കല്യാണം നടത്തി, ഇനി നമ്മുടെ വക നമ്മൾ വെടിക്കൂട്ട് നടത്തണം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, അളിയ ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ? ഇതൊക്കെ വേണോ അളിയ? ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണോ? അവർക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടാനുള്ള നല്ല രീതി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കും പ്രശ്നം ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓരോ കുരുക്കിലേക്ക് പോയി ചാടത്തില്ലേ ഉള്ളൂ. എന്തിനാളിയാ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത് വേണ്ട അളിയ. അല്ലെങ്കിൽ തന്നെ തല്ല് കൊടുത്തോണ്ടൊക്കെ അവര് നന്നാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും നന്നാകത്തില്ല. എന്റെ ചേട്ടന്മാരല്ലേ, അവര് പിന്നെ ചങ്കരൻ തെങ്ങിയെന്ന് പറഞ്ഞ പോലെ അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. വെറുതെ നമ്മളായിട്ട് എന്തിനാ? അങ്ങനെ തല്ലിയാ നന്നാവുന്നവരാണെങ്കിൽ എന്ന് ഞാൻ തല്ലു കൊടുത്തേനം. ബാലൻ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ ഇതും കൊണ്ടൊന്നും ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കൂന്ന് പറയണം. ആ സമയത്ത് ആര്യം പറഞ്ഞു, അതെ, അച്ഛൻ പറയുന്ന പോലെ എന്താന്ന് ഞങ്ങൾ ചെയ്യും. അച്ഛൻ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ അതിന്റെ പിന്നാലെ പോകത്തില്ല, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ പണി കൊടുക്കും. ആനന്ദ് പറഞ്ഞു, അത് ശരിയാ, ആകാശനെ കൂടെ വിളിക്കണം, അവനെ കൂടെ വിളിച്ചിട്ട് വേണം പണി കൊടുക്കാനായിട്ട്. ധർമ്മം പറഞ്ഞു, വേണ്ടട മക്കളെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനൊന്നും മുതിരണ്ട. ഞാൻ അല്ലേ പറയണേ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളോട് വേണമെങ്കിൽ ഞാൻ കാല് പിടിച്ച് മാപ്പി വയ്ക്കാം അവർ ചെയ്ത തെറ്റുകൾക്കൊക്കെ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എന്താടാ ധർമ്മം നീ ഇങ്ങനെ പറയണേ? നീ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാവുന്ന സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നീ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരൂന്ന്. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അപ്പൊ അളിയനെ അറിയായിരുന്നില്ലേ? പിന്നല്ലാതെ, നീ എവിടെ നിക്കില്ലെന്ന് എനിക്കറിയാലോ. നിന്റെ ചേട്ടന്മാരെന്തൊക്കെ കുതന്ത്രം മെനഞ്ഞാലും അതൊന്നും ഏൽക്കില്ലാന്നും എനിക്കറിയായിരുന്നു. ആ ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നേ. നിന്റെ കല്യാണം മംഗളകരമായിട്ട് നടന്നല്ലോ, അത് തന്നെ നല്ല കാര്യം. പിന്നീട് ധർമ്മനോട് പറഞ്ഞു, ഇനിയിപ്പം ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് പോകുന്നില്ല. ഗോമതി വിളക്ക് കൊടുത്ത് ഇവരെ രണ്ടുപേരും അകത്തേക്ക് സ്വീകരിക്കാൻ പറയണ. അങ്ങനെ ഗോമതി സന്തോഷത്തോട് പോയി നിലവിളക്കൊക്കെ എടുത്തോണ്ട് വന്നു. അതിനുശേഷം സുകന്യയുടെ ഇലയിലേക്ക് വിളക്ക് കൊടുത്തു. സുകന്യേനെയും ധർമ്മനെയും കൂടെ അകത്തേക്ക് കയറ്റുകയാണ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട്. ഇതേ സമയത്ത് കൃഷ്ണമംഗലത്ത് കട്ട കലിപ്പിലായിരുന്നു ഇന്ദിരാമ. ഇന്ദിരാമയ്ക്ക് ദേഷ്യവും സങ്കടം അടക്കാൻ പറ്റിയില്ല. അച്യുതനും അനന്തനും അവരെല്ലാരും ഉണ്ട്. ആ സമയത്ത് ഇന്ദിരാമ പറഞ്ഞു, ധർമ്മം ചെയ്ത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നേ. അല്ലെങ്കിലും ഇത്ര ക്രൂരതകളൊക്കെ ചെയ്ത ഈ വീട്ടില് അവന്റെ ചേട്ടന്മാരോടൊപ്പം അവൻ കഴിയേണ്ട കാര്യമില്ല. അവൻ അന്തസ്സുള്ളവനാ, അതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനന്തൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയമേ, ഞങ്ങളോട് ക്ഷമിക്കാൻ പറയണം. എന്തിനാ നിന്നോടൊക്കെ ക്ഷമിക്കുന്നത്? നിന്നോടൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ എന്നിട്ട് അത് കേട്ടോ? ഒന്നും കേട്ടില്ലല്ലോ. എന്നിട്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, അമ്മ എന്താമ്മ ഇങ്ങനൊക്കെ പറയണേ? അവരൊരു പണി തന്നു, അവർക്കിട്ട് തിരിച്ച് നമ്മളും പണി കൊടുത്തു. അതിപ്പം മുതലുള്ളതല്ലോ, പണ്ട് മുതലേ ശത്രുക്കളല്ലേ. അപ്പൊ പിന്നെ അവർക്കിട്ടൊരു പണി കൊടുക്കുമ്പോ അത്രയും വിചാരിച്ചാൽ മതി. അതിൽ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അതുകൊണ്ടെന്താ, സുകന്യെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടിയില്ലെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇന്ദിരാമ്മ ചോദിച്ചു, അല്ല സുകന്യ ധർമ്മന് ചേരുന്ന നല്ലൊരു ബന്ധമാണെന്ന് നിനക്ക് തോന്നിയോ രാശ്രീന്ന് ചോദിച്ചു. അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ? നല്ലൊരു ബന്ധം തന്നെ എന്തെന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് നന്ദിന്ന് പറഞ്ഞു, അതെനിക്ക് തോന്നുന്നില്ല, നല്ലൊരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുകന്യക്ക് സുകന്യയുടെ കാര്യം മാത്രമേ ഉള്ളൂ. വന്നൊരു ദിവസം കൊണ്ട് തന്നെ പഠിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ധർമ്മന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയാനും ധർമ്മന്റെ ജീവിതത്തിനൊത്ത പെൺകുട്ടിയാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ പൊരുത്തക്കേടുള്ള ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്.
അല്ല, ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. രാജശ്രീക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം രാജശ്രീയുടെ ബന്ധു കൂടിയാണല്ലോ അത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ രാജശ്രീക്ക് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ടൊന്നും രാജശ്രീ ഒന്നും പറയാനും പോയില്ല. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദിരാമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്നുള്ള കാര്യം രാജശ്രീക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് പിന്നെ രാജശ്രീ അതിനെക്കുറിച്ചൊന്നും പറയാനും പോയില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ധർമ്മനെയും സുഗിനേനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് ബാലനും ഗോമതി പറഞ്ഞു, അതെ ഈ മുറിയാ നിങ്ങൾ ഇനി ഉപയോഗിക്കുന്നതെന്ന് പറയണ. അത് കേട്ടപ്പോ ധർമ്മം ചോദിച്ചു, അപ്പോഴെങ്ങനെ ശരിയാന്നേ? അതെ, ചേച്ചി അളിയനും എന്ത് ചെയ്യും? അതെ, ഞങ്ങൾക്ക് ആ സ്റ്റോർ റൂം ഉണ്ട്, അത് ഞാൻ വൃത്തിയാക്കി എടുത്തോളാന്ന് പറയണ. അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ, ഞങ്ങള് അവിടെ എവിടെയും കിടന്നോളാം, ഈ മുറിയെ നിങ്ങൾ തന്നെ ഉപയോഗിച്ചോളാം പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ സുഗിനി ചോദിച്ചു, അല്ല ആ മുറി എന്തോരുണ്ട്? അതൊന്നും അറിയത്തില്ല എന്ന് പറയണ. ചെറിയ മുറിയാന്ന് പറയാണ് സ്റ്റോർ റൂം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടി സുകന്യ പറഞ്ഞു, എനിക്കാണെങ്കിലോ ഇപ്പൊ ഈ മുറി പോലും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, ഈ മുറി എത്രയുണ്ട്? 10ക്ക് 10 ഉണ്ടോന്ന് ചോദിക്കണം. ഗോമതിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതെ 10ക്ക് 10 ഉണ്ടെന്ന് പറയണം. എന്നാലും ഇതത്ര ചെറിയ മുറിയാ, ഇതുപോലും എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. ധർമ്മനാണ് വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് സുകന്യയെ നോക്കുവാണ്. ആ സമയം സുകന്യ പറഞ്ഞു, അല്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയണ. എന്ത്? അല്ല, ഇതിനു മുമ്പ് ധർമ്മേട്ടന് ഇവിടെ മുറിയൊന്നും ഉണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ഹാളിലാ കിടന്നോണ്ടിരുന്നേ. അങ്ങനെ വരട്ടെ. അല്ല, കല്യാണം വന്ന് അറിഞ്ഞിട്ടും ധർമ്മേട്ടന് ഒരു മുറി വേണമെന്ന് ഇവരാരും ചിന്തിച്ചില്ലെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് പിന്നെ ഒരു മുറി വേണമെന്നൊക്കെ ഞങ്ങള് ആലോചിച്ചായിരുന്നു. ധർമ്മന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മുറി പണിയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ മുറി പണിയാൻ തീരുമാനിച്ചത് അവിടെ ടെറസിൽ ഒരു പുതിയതായിട്ട് റൂം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തിരക്കിനിടയ്ക്ക് അതിനൊന്നും സമയം കിട്ടിയില്ലെന്ന് പറയാണ്. സുകന്യ പറഞ്ഞു, അത് സാരമില്ല, ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഈ മുറി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു മുറി പണിയൊന്നു പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ മുറിയൊന്നും പണിയുണ്ടാന്ന് പറയണം. ബാലൻ പറഞ്ഞു, സുകന്യ പറഞ്ഞാ ശരി, എത്രയും പെട്ടെന്ന് തന്നെ ഒരു മുറി പണിയണം, ഇനി അതിന് താമസം ഉണ്ടായിക്കൂടാ, ഞങ്ങളത് പണിതോളാം. ഗോമതി പറഞ്ഞു, അത് ശരിയാ, അതുവരെ നിങ്ങളിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഗോമതിക്കും ബാലനും ഏകദേശം സുകന്യയുടെ ആ സ്വഭാവം മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഗോമതി ചോദിച്ചു, അല്ല കുടിക്കാൻ എന്താ വേണ്ടേ, ചായയാണോ കാപ്പിയാണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അങ്ങനെ ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന പതിവില്ല, പിന്നെ ചോദിച്ചതുകൊണ്ട് പറയുക, എനിക്കൊരു അവക്കാഡോ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇങ്ങനെ ഗോമതി അന്താളിപ്പോടെ നോക്കുവാണ്. എന്താ, അവക്കാഡോ ഇവിടെ ഇല്ലായിരിക്കുമല്ലേ? ആരെയും വിട്ട് മേടിപ്പിച്ചാ മതി. പിന്നെ മേടിപ്പിക്കണ സമയത്തെ എനിക്കൊരു വലിയ പാക്കറ്റ് ഡാർക്ക് ഫാൻസിയുടെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കാൻ പറയാണ്. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതൊരു അന്താളിപ്പോട് കൂടിയിട്ട് ധർമ്മൻ ഇങ്ങനെ സുകന്യയെ നോക്കുകയാണ്. പിന്നീട് ഗോമതി അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ധർമ്മൻ പറഞ്ഞു, എന്താ സുകന്യ നീ എന്താ ഇങ്ങനെയൊക്കെ? ചേച്ചിയോടും അളിയനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനൊന്നും സംസാരിക്കരുത്, അവർക്കൊക്കെ ഇച്ചിരി ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കാനായിട്ട്. അതെ, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല, എന്റെ മനസ്സിൽ എന്താ ഉള്ളെങ്കിൽ ഞാൻ അത് വെട്ടി തുറന്നു പറയും. ഞാനിപ്പോ ആർക്കും അങ്ങനെ ബഹുമാനം കൊടുത്തൊന്നും അല്ല സംസാരിക്കുന്നേ, എന്റെ മനസ്സിൽ തോന്നുന്നത് എന്താന്നോ അതിപ്പോ ആരോടാണെങ്കിലും ശരി ഞാൻ അങ്ങനെ പറയും. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഭയങ്കര അന്താളിപ്പോട് കൂടിയിട്ട് വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ധർമ്മൻ ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് ധർമ്മൻ നോക്കി കഴിഞ്ഞപ്പോ സുകന്യ ആ ബെഡിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും സുകന്യയോട് പറഞ്ഞു, നീ മുറിയിൽ തന്നെ ഇരുന്ന് എങ്ങനെ ശരിയാന്നേ, പുറത്തിറങ്ങി അവരോടൊക്കെ ഒന്ന് സംസാരിക്കോ? എനിക്ക് അതിനുള്ള മൂഡൊന്നും ഇപ്പോഴില്ല, ഇത്തിരി കഴിയുമ്പോൾ എനിക്ക് മൂഡ് തോന്നി കഴിയുമ്പോൾ ഞാൻ അവരോടൊക്കെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുകന്യ മുറിയിൽ തന്നെ ഇരുന്നു. ധർമ്മന് ഭയങ്കര സങ്കടമായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, താനായിട്ട് കൊണ്ടുവന്ന ആലോചനയല്ല, തന്റെ ചേട്ടന്മാരായിട്ട് കൊണ്ടുവന്ന താലി കെട്ടിപ്പോയി, അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു ധർമ്മന്റെ മനസ്സെന്നറിയും. ഇതേ സമയം മിത്ര ശ്രീദേവി വിളിച്ച് സംസാരിക്കുകയാണ്. പിന്നീട് കൃഷ്ണമംഗലക്കാർ ചെയ്ത് ചതിയെക്കുറിച്ചൊക്കെ പറയണം. അതെല്ലാം കേട്ട് ശ്രീദേവി പറഞ്ഞു, പോട്ടെ മിത്ര, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും പോകണ്ട, വഴക്കിനും പ്രശ്നത്തിനൊന്നും പോവണ്ട, മാമന്റെ കല്യാണം കഴിഞ്ഞില്ലേ, അത് തന്നെ ഒരു ഭാഗ്യല്ലേ. അതെ, അതുകൊണ്ട് മാത്രമാണ് ഇപ്പം എല്ലാരും വെറുതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പോയി വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനിരുന്ന എനിക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നൊക്കെ മിത്ര പറഞ്ഞു. അല്ല, എങ്ങനെയുണ്ട് അവിടേക്ക് ധർമ്മമാമനും പുതിയ പെണ്ണൊക്കെ വന്നിട്ടെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അത്ര വലിയതൊന്നുമില്ല. അത് പറ്റി സുകന്യനെ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുക. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ അത്രയ്ക്ക് അങ്ങനെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എന്തു പറ്റി, എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുക. പ്രശ്നമൊന്നുമില്ല, അധികം സംസാരിക്കുന്ന ടൈപ്പാന്ന് തോന്നുന്നില്ല, ഞങ്ങളോട് അധികം സംസാരിക്കാനൊന്നും വന്നില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്ന് പറയണേ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആനന്ദ് അങ്ങോട്ട് വരുന്നത്. മിത്ര പറഞ്ഞു, ഇതേ ആനന്ദേട്ടൻ വന്നു, ഞാൻ ആനന്ദേട്ടന് കൊടുക്കാന്ന് പറയണം. ശ്രീദേവിക്ക് ആകപ്പാട് ടെൻഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ദൈവമേ, ഇനിയിപ്പം
ആനന്ദേട്ടൻ തന്നോട് എന്താ പറയണേന്ന് അറിയത്തില്ലോ. അപ്പോഴേക്കും എന്ത് ചെയ്തു, ആനന്ദ് അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു, ഇതേ ശ്രീദേവിച്ച സംസാരിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു. ആനന്ദിന് വല്ലാത്ത ടെൻഷനായി. ഫോൺ കൊടുത്തിട്ട് മിത്ര അവിടെ നിൽക്കുന്ന സമയത്ത് ആനന്ദ് പറഞ്ഞു, ഇതേ മിത്രനെ അമ്മ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനാന്ന് വല്ലതും പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മിത്ര അങ്ങോട്ട് പോയി. ആനന്ദ് ശ്രീദേവിയോട് പറഞ്ഞു, എടി നീ എന്റെ വീട്ടിലുള്ളവരെ കയ്യിലെടുക്കാനായിട്ട് ഫോൺ വിളിച്ചല്ലേ? ഞാനോ? ഞാനൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, ഇങ്ങോട്ടേക്ക് വിളിച്ചതാ മിത്രം. വെറുതെ കള്ളത്തരം പറയണ്ട, എനിക്കറിയാടി. അങ്ങനെ പറയല്ല ആനന്ദേട്ടാ, ആ വീട്ടിലുള്ളവർ എന്റെയും കൂടെ അല്ലേ. ആനന്ദേട്ടൻ മാത്രമല്ല, ആനന്ദേട്ടന്റെ ഭർത്താവാ, ശരി സമ്മതിച്ചു. എനിക്കവിടെ അതെ ബാലച്ചനുണ്ട്, അമ്മയുണ്ട്, പിന്നെ എന്റെ സഹോദരിമാരൊക്കെ ഇല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനൊന്നും പറയരുത്. നീ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട. എന്തൊക്കെ നാടകം കളിച്ച് ആരെയൊക്കെ വരുതിയിലാക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അറിയാലോ, നീ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല. അതിന് വെച്ച വെള്ളവും കൂടെ വാങ്ങി വെച്ചാൽ മതി. ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. കാരണം എല്ലാവരും നല്ല രീതിയിൽ എപ്പോഴും കഴിയണമെന്ന് മാത്രമേ എന്റെ മനസ്സിലിപ്പോ ആഗ്രഹമുള്ളൂ. പക്ഷെ എനിക്ക് ആ വീട്ടിലുള്ളവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിർത്തിടി നിന്റെ അഭിനയം. ഒരിക്കലും നീ ഇങ്ങോട്ടേക്ക് കയറി വരാന്ന് വിചാരിച്ചിരിക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു കോളം കൂടെ കട്ട് ചെയ്തു. ആ സമയത്ത് ധർമ്മനും സുകന്യ മുറിയിലായിരുന്നു. സുകന്യാണെങ്കിലോ അവിടെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. ധർമ്മൻ ചോദിച്ചു, എന്താ നോക്കുന്നേ? വല്ല പാറ്റയും പഴുതാരയും വല്ല കണ്ടോ? ഇല്ലാന്ന് പറയാ. അല്ല, കുറച്ച് സമയമായല്ലോ. ഇത് നമുക്ക് വേണ്ടിയിട്ടാ ചേച്ചിയും അളിയനും ഈ മുറി ഒഴിഞ്ഞു തന്നെ. മുറിയൊക്കെ നല്ല ഭംഗിയില്ലേന്നൊക്കെ ചോദിച്ചു. സുകന്യ പറഞ്ഞു, അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഓ, ഇത് ചെറിയ മുറിയല്ലേ. പിന്നീട് സുകന്യ അങ്ങോട്ടും കൂടെ നടന്നിട്ട് പറഞ്ഞു, ഓ ഇത് അത്രയും വലിപ്പമില്ല. എത്ര വലിപ്പമില്ല? ഉദ്ദേശത്ര ഇല്ലെന്ന് പറയണം. ഉദ്ദേശത്ര ഇല്ലെന്നോ? 10ക്ക് 10 ഉണ്ടെന്നല്ലേ പറഞ്ഞ മുറി. എന്നിട്ടിപ്പൊ 8 ഉള്ളല്ലോന്ന് പറയണ. 8? ആ, അപ്പൊ കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ. ഈ വാസ്തു ഒക്കെ അറിഞ്ഞിരിക്കണം. 10ക്ക് 10 ഉണ്ടെങ്കിലോ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചെറിയ മുറിയല്ലേ. 10ക്ക് 10 ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് വലിപ്പമൊക്കെ കിട്ടുള്ളൂ മുറിക്ക്. അത് മാത്രമല്ല, കൂടുതൽ ഓക്സിജനൊക്കെ കിട്ടുള്ളൂ. ഓക്സിജനോ? അതാ പറഞ്ഞേ, മുറിക്ക് വലിപ്പം ഉണ്ടെങ്കിൽ ഓക്സിജൻ കൂടുതൽ കിട്ടുള്ളൂ. പാവം ധർമ്മൻ അത് വിശ്വസിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോഴേക്കും ധർമ്മം കോട്ടുവായി ഇടുവാണ്. കണ്ടില്ലേ, ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാ കോട്ടുവായി ഇടുന്നേ. ഓക്സിജൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കോട്ടുവായി ഇടില്ലായിരുന്നു പറയണ. ധർമ്മൻ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.